അർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന മുൻ ബിഗ് ബോസ് താരം രേണു സുധിയെക്കുറിച്ചും അവരുമായി ബന്ധപ്പെട്ട അടുത്തിടെ ഉണ്ടായ വിവാദങ്ങളെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പുകൾ വൈറലാകുന്നു. ലഭ്യമായ ചികിത്സയും കരുതലും പിന്തുണയും നൽകി ക്യാൻസർ രോഗിക്ക് കഴിയുന്നത്ര സമാധാനപരവും മാന്യമായ ജീവിതം ഉറപ്പിക്കാൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട് എന്നാണ് ഫേസ്ബുക്ക് യൂസറായ കുറിച്ചത്. ആ കുറിപ്പ് ഇങ്ങനെ: നാലാം ഘട്ട ക്യാൻസർ ബാധിച്ച രോഗികളുടെ അവസ്ഥ അടുത്തറിയാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛനും അത്തരമൊരു രോഗാവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തിയായിരുന്നു. അതിനാൽ രോഗത്തിൻ്റെ ശാരീരികവും മാനസികവുമായ ആഘാതങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. ആ ഘട്ടത്തിലുള്ള രോഗികളെ കടുത്ത ക്ഷീണം, ശരീരവേദന, വിശപ്പില്ലായ്മ, ഭാരം കുറയൽ, ഉറക്കക്കുറവ്, രോഗപ്രതിരോധ ശേഷി കുറയ്ക്കൽ, മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദ ലക്ഷണങ്ങൾ എന്നിവ സാധാരണയായി കാണപ്പെടാറുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ അനാവശ്യമായ മാനസിക സംഘർഷങ്ങൾ, സോഷ്യൽ മീഡിയയിലെ തർക്കങ്ങൾ, വിമർശനങ്ങൾ, നെഗറ്റീവ് ചർച്ചകൾ എന്നിവ രോഗിയുടെ മാനസികാരോഗ്യത്തെയും ജീവിത നിലവാരത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. വൈദ്യശാസ്ത്രപരമായി നോക്കുമ്പോൾ രോഗത്തിൻ്റെ ഗതി മനോനില മാത്രം നിർണ്ണയിക്കുന്നതല്ല. എന്നിരുന്നാലും മതിയായ വിശ്രമം, പോഷകസമൃദ്ധമായ ഭക്ഷണം, ആവശ്യമായ ചികിത്സ, വേദന നിയന്ത്രണം, കുടുംബത്തിൻ്റെ പിന്തുണ, ശാന്തമായ മാനസികാവസ്ഥ എന്നിവ രോഗിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ പ്രധാന പങ്ക് വഹിക്കുന്നു. അതേസമയം ദീർഘനേരം ഫോണിലോ സോഷ്യൽ മീഡിയയിലോ മുഴുകി മാനസിക സമ്മർദ്ദം വർദ്ധിക്കുകയാണ് ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഒരുപാട് നല്ല മനസ്സുകളുള്ള സാമ്പത്തിക സഹായമായി മുന്നോട്ട് വരുന്നത്. ആ സഹായം ചികിത്സയ്ക്കും രോഗിയുടെ ക്ഷേമത്തിനും ഫലപ്രദമായി ഉപയോഗപ്പെടുമെങ്കിൽ ചികിത്സാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും രോഗിയുടെ ശാരീരിക മാനസിക ആരോഗ്യം പരമാവധി സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും അന്തിമ നിമിഷം മനുഷ്യൻ്റെ കൈകളിലല്ല. ആരാണ് ആദ്യം പോകുന്നത് ആർക്കും പ്രവചിക്കാനാവില്ല. എന്നാൽ ലഭ്യമായ ചികിത്സയും കരുതലും പിന്തുണയും നൽകി രോഗിക്ക് കഴിയുന്നത്ര സമാധാനപരവും മാന്യമായ ജീവിതം ഉറപ്പാക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഈ കുറിപ്പ് ഒരു വ്യക്തിയുടെ വിമർശനമല്ല. സമാന സാഹചര്യത്തോടെ കടന്നുപോകുന്ന എല്ലാ രോഗിയും അവരുടെ കുടുംബത്തിൻ്റെയും ക്ഷേമം മുൻനിർത്തി ഒരു മെഡിക്കൽ കാഴ്ചപ്പാടിൽ പങ്കുവെക്കുന്ന ചിന്ത മാത്രമാണെന്ന് കുറിക്കുകയും ചെയ്തു. അതേസമയം രേണു ഫോണുമായി അഡിക്റ്റായി മാറിയെന്നും ബെഡ്റൂമിൽ പോലും ക്യാമറ നിയമിച്ചിട്ടുണ്ടെന്നും ചിലർ രേണുവിനെ വിമർശിച്ച് താഴെ കുറിപ്പിന് കുറിച്ചു. ക്യാൻസർ വന്നതിൻ്റെ കീമോ ചെയ്തതിൻ്റെ യാതൊരു എഫക്റ്റും അവരുടെ ശരീരത്തിൽ കാണുന്നില്ല. ലിപ്സ്റ്റിക്കൊക്കെ വാരിയിട്ട് പോസ്റ്റുകൾ ഇടുന്നുണ്ട്. മാനസിക സംഘർഷം സ്വയം ഉണ്ടാക്കി വെക്കുന്നതാണ്. തർക്കത്തിനും പോസ്റ്റിടാനുമൊക്കെ പോകുന്നതല്ലേ കുഴപ്പം. രോഗം ഭേദമായവരെ ഈ വക കാര്യങ്ങൾ ഒഴിവാക്കിയാൽ അങ്ങോട്ട് കയറി ആരും ചീത്ത പറയാനും മോശം കമൻ്റിടാനും പോകില്ലല്ലോ. ഫോൺ നോക്കുന്നത് കൊണ്ടല്ലേ ഈ കുഴപ്പങ്ങളല്ലേ.